ഹായ് ഓൾ, അസ്സാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് കുറച്ച് ന്യൂ അപ്ഡേഷൻസൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. കിച്ചൻ്റെ കളറ് നമ്മൾ മാറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് ആരെങ്കിലും പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബേബി ഇവിടെ ഉണ്ട് കേട്ടോ, കാണുന്നില്ല. പിന്നെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ വീഡിയോയിൽ പുതിയൊരു കാര്യം കൂടെ നമ്മൾ അനൗൺസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ പറ്റുന്നവരെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, അതെനിക്ക് നല്ലോണം ഹെൽപ്ഫുള്ളായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ അതേ കിച്ചൻ്റെ അപ്ഡേഷൻ കാണിക്കുന്നതിന് മുമ്പ് ഈ ഡ്രസ്സൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. നല്ല അടിപൊളി പ്രിൻറ്റിൽ വരുന്ന ഡ്രസ്സ് എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് ഏതായാലും ഇത് വിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത് കാണിക്കാൻ ഒരു കാരണം കൂടി ഉണ്ട്. ഡ്രസ്സ് ഇപ്പം നോക്കി വെച്ചോട്ടാ. നന്നായിട്ടുണ്ടെങ്കിൽ അഭിപ്രായം പറയണേ. ഇനി നമുക്ക് നേരെ കിച്ചണിലേക്ക് പോവാം. അതായത് നമ്മുടെ കിച്ചൻ്റെ ഒരു അവസ്ഥ ലാസ്റ്റ് നിങ്ങൾ കണ്ടത് ഇങ്ങനെയാണ്. പ്രൈമറൊക്കെ അടിച്ച് നമ്മൾ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇവർ മറ്റേ നമ്മുടെ റൂമിൽ ജനലൊക്കെ അടിച്ച് അതന്നെ 2 ദിവസം കമ്പി അടിക്കാൻ മാത്രം 2 ദിവസം വേണ്ടി വന്നു. അത്രയും ജനലുണ്ട്. അവസാനം ഞാൻ കിച്ചൺ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു പെയിൻറ്റ് കളർ എന്ന് പറയുമ്പോൾ സേജ് ഗ്രീൻ ആയിരുന്നു. പക്ഷേ അത് കുറച്ചൊന്നും കൂടെ ഡാർക്ക് ആക്കണം എന്ന് തോന്നി. അപ്പോൾ എനിക്ക് പോകാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കിച്ചണിലാണെങ്കിൽ എല്ലാ സാധനവും വലിച്ചിട്ടത് കൊണ്ട് നല്ലോണം ബുദ്ധിമുട്ടുണ്ട് കേട്ടോ, ഭയങ്കര പ്രയാസമുണ്ട്. പിന്നെ അതേ സംസാരിക്കുമ്പോൾ നല്ല ബ്രീത്തിങ് ട്രബിളും കൂടെ എനിക്കിപ്പോൾ ഉണ്ട്. അതുകൊണ്ടാണ് ഒരു ശ്വാസം വലിച്ചിട്ടുള്ള സംസാരം. അപ്പോൾ എല്ലാ സാധനവും വലിച്ചിട്ടത് കൊണ്ട് ഞാനിവരോട് പറഞ്ഞു, ഇനി നിങ്ങൾ ബെഡ്റൂമിൻ്റെ കഴിഞ്ഞ ഉടനെ കിച്ചൺ ഒന്ന് റെഡിയാക്കി തരാം. അവർ ഹോളത്തെ ജനലടിക്കാനായിട്ട് പോയി. ഞാൻ പറഞ്ഞു കിച്ചൺ ഒന്ന് റെഡിയാക്കി തരണം, എനിക്ക് ചെയ്യാനുള്ളതല്ലേ, അവിടെ ഒന്നും പറ്റുന്നില്ല, എല്ലാ സാധനവും വലിച്ചിട്ടിട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പെയിൻറ്റ് സെലക്ട് ചെയ്യണ്ടേ, പോയി മാറ്റണ്ടേന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ മാറ്റാനൊന്നും വയ്യ. നമ്മൾ ജനലിൻ്റെ കമ്പികൾക്ക് അടിച്ച ആ ഒരു കളറില്ലേ, ഷുഗേർഡ് അങ്ങനെ എന്തോ ഒരു വൈറ്റ് വന്നിട്ട് നല്ല അടിപൊളി കളറായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അതന്നെ നിങ്ങൾ പഠിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അവർ അടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ആ ഒരു ഡാർക്ക് ഷെയ്ഡ് മാറി ഇങ്ങനെ ലൈറ്റ് ഷെയ്ഡ് വരുമ്പോണ്ടല്ലോ എന്ത് രസമാണെന്നറിയോ. ഞാനിങ്ങനെ റൂമിൽ പോയി ഇരുന്നിട്ട് അവിടുത്തെ കാര്യങ്ങളും നോക്കി ഇടയിൽ കൂടെ എഡിറ്റിങ് കാര്യങ്ങളും ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ ഓടി ഒന്ന് ഇങ്ങനെ ഇടക്കിടക്ക് വന്ന് നോക്കിയിട്ടാണ് കേട്ടോ ഷൂട്ട് ചെയ്യുന്നത്. അതായത് ഇതിങ്ങനെ കണ്ടു നിൽക്കുമ്പോൾ എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന പോലെ, നമ്മളെന്തോ നേടിയ പോലെ ഒരു തോന്നൽ. അപ്പോൾ ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ കളറ് വന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതായത് അപ്പുറത്തെ റൂമിലേക്ക് പോയിട്ട് വീണ്ടും കിച്ചണിലേക്ക് വരുമ്പോൾ കുറേ പോർഷൻ തീരുമ്പോൾ നമുക്കൊരു അൽഹംദുലില്ലാഹ് ഇത്രയും എത്തി എന്നുള്ള ഒരു തോന്നലില്ലേ. അതും പിന്നെ കിച്ചണിലേക്ക് കയറുമ്പോൾ തന്നെ മൊത്തത്തിലൊരു പ്രകാശം പരന്നൊരിതായിരുന്നു. ലാസ്റ്റ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ, നമ്മൾ ഈ ഷെയ്ഡ് മാറ്റിയത് കൊണ്ടുള്ള ആ ഒരു ബെനിഫിറ്റ്. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു. പിന്നെ സത്യം പറഞ്ഞാൽ ഇന്ന് സൺഡേ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചാണ്. അത്രയ്ക്കും ഡൗൺ ആയിട്ട് തീരെ ഒരു ഇതില്ലാതിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും തന്നെ കമൻറ്റ് വരാൻ തുടങ്ങി, സിലുത്ത എന്ന വീഡിയോ ഇല്ലേ, അപ്ലോഡ് ചെയ്താ വെയിറ്റ് ചെയ്യാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടപ്പോൾ കുറച്ചും കൂടെ സന്തോഷമായി. പിന്നെ ഞാൻ വേഗം പോയി കുളിച്ചിട്ട് ഈ വീഡിയോസിൻ്റെ കൂടെ ബാക്കി കുറച്ച് വീഡിയോയും കൂടെ ചേർത്തിയിട്ടാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ ഇത് ഓരോ ഭാഗം ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാണെ ആ ഒരു ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഇങ്ങനെ ഹൈ ആയിട്ട് വരിക എന്ന് പറയില്ലേ, അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴേക്കും ബെഡ്റൂമിൽ നമ്മുടെ വാർഡ്രോബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇപ്പുറത്തെ സൈഡുള്ളത് അവർ കൊണ്ടുവന്ന് ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോയി നോക്കുകയും വേണം. ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ കുക്കിങ്ങിൻ്റെ കാര്യങ്ങൾ നോക്കണം, പിന്നെ നമ്മുടെ ഹോൾസെയിലിൻ്റെ കാര്യങ്ങൾ നോക്കണം, പിന്നെ പുതിയ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് നോക്കണം. അങ്ങനെ മൊത്തത്തിൽ ഓരോന്ന് ഓടി അങ്ങോട്ട് ഇങ്ങനെ ഒരു റേസിംഗ് പോലെ ആയിരിക്കും ഓരോ ദിവസവും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ വോയിസ് ഓവർ കൊടുക്കുന്നതിൻ്റെ ഗ്യാപ്പിൽ കൂടെ വേഗം ഓടിപ്പോയിട്ട് ഇന്ന് സൺഡേ ആയതുകൊണ്ട് കുട്ടികൾക്ക് ബിരിയാണിയൊക്കെ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു കുറേ ദിവസങ്ങൾക്ക് ശേഷം. അങ്ങനെ അതിൻ്റെയും കൂടെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വാർഡ്രോബിൻ്റെ ഈ ഒരു സൈഡും കൂടെ ഒരു ഷെൽഫ് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതും അവർ കൊണ്ടുവന്ന് ഫിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാനിതേ റെഡി ആയിട്ട് എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ചാൽ എൻ്റെ കുറച്ച് പ്രൊഡക്ട്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് എടുക്കാനും വേണ്ടിയിട്ട് പോകണം. അതിന് മുമ്പ് കിച്ചൺ വന്ന് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അടിപൊളിയായിരുന്നു കേട്ടോ വർക്ക്. അതായത് അത് കഴിഞ്ഞിട്ട് പെയിൻറ്റിങ് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ സാധനങ്ങൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മൾ നമ്മുടെ ഓൺലൈൻ സ്റ്റോറിലേക്ക് പുതിയൊരു പ്രൊഡക്റ്റും കൂടെ ഒരു സെഗ്മെൻറ്റും കൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്.
അതിൻ്റെ ഒരു ഇനീഷ്യൽ സ്റ്റാർട്ടിങ് എന്ന് വേണം പറയാൻ. എൻ്റെ കയ്യിൽ അങ്ങനെ ഒരുപാട് പൈസയൊന്നും, അതായത് ഞാൻ ദാരിദ്ര്യം പറയുകയാണെന്ന് വിചാരിക്കരുത്. എൻ്റെ കയ്യിൽ പൈസ ഉണ്ട് ഇല്ല എന്നുള്ളതല്ല, പക്ഷേ ഏതിനെങ്കിലും ഒന്നിന് വലിയ വലിയ എമൗണ്ട് നമുക്ക് ഒന്നിച്ച് അങ്ങനെ ചിലവാക്കാനില്ല. കാരണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇപ്പോൾ വീട് പണീൻ്റെ ആണെങ്കിലും എനിക്ക് വേറൊരു രജിസ്ട്രേഷൻ്റെ കാര്യമുണ്ട്, പിന്നെ ഇതുപോലെയുള്ള എൻ്റെ ബിസിനസ്സിൻ്റെ സ്റ്റോക്ക് എടുക്കുന്നത്, പിന്നെ ചിലവ് കാര്യങ്ങൾ അറിയാമല്ലോ. അപ്പം അതുകൊണ്ട് ചെറിയ രീതിയിലാണ് ഓരോന്നും ചെയ്യുന്നത്. കാരണം നമുക്ക് ഈ ഭൂമിയിൽ സർവൈവ് ചെയ്ത് പോകണം എന്നുണ്ടെങ്കിൽ മരിക്കുന്നവരെയും നമുക്ക് പൈസ വേണം അല്ലേ. അപ്പോൾ ആ ഒരു പൈസ ഉണ്ടാക്കാനുള്ള ഓട്ടപ്പാച്ചിലും ആണ്. കുടുംബവും നല്ല രീതിക്ക് ആർക്കും ഒരു കുറവുമില്ലാത്ത രീതിയിലെല്ലാം കൊണ്ടുപോകാൻ വേണം. അപ്പോൾ രാത്രിയായപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ മക്കളുടെ ടൈമിങ് നമ്മൾ കുറയ്ക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ഫുഡ് ഇപ്പോൾ മിക്കവാറും അവർക്ക് 3 പേർക്ക് ഒന്നിച്ചതുപോലെ വാരി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ പിന്നെ അവരും ഹാപ്പിയാണ്, പിന്നെ എനിക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും, അവരെല്ലാവരും കഴിച്ചു എന്നുള്ള ഒരു സമാധാനം. അങ്ങനെ അവർക്ക് കൊടുത്തതിന് ശേഷം ഞാൻ എഡിറ്റ് ചെയ്യാനും വേണ്ടി ഇരിക്കും. അപ്പോൾ കുറച്ച് നേരം കുട്ടികൾക്കുള്ള ടൈം കൊടുക്കുക. എനിക്ക് പറ്റാറില്ല, മിക്ക സമയത്ത് ഞാൻ ഭയങ്കര സ്ട്രെസ്ഡൊക്കെ ആയിരിക്കും. പക്ഷേ അത് അവരെ കാണിച്ചിട്ട് കാര്യമില്ലല്ലോ, അവരെന്ത് തെറ്റ് ചെയ്തു. അങ്ങനെ അവരുടെ കയ്യിൽ ടാറ്റു വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പെന്നു കൊണ്ടുള്ള ടാറ്റു. അപ്പോൾ ചുച്ചുക്കുട്ടി പറയുന്നുണ്ടായിരുന്നു ടാറ്റു നമുക്ക് ചെയ്യാൻ പാടില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു ടാറ്റു ചെയ്യാൻ പാടില്ല, അത് നമുക്ക് നമസ്കരിക്കുമ്പോൾ കൂടൂല, പക്ഷെ നമുക്കിങ്ങനെ സ്റ്റാർ പെന്നുകൊണ്ട് വരയ്ക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വരച്ചു കൊടുക്കുകയായിരുന്നു കേട്ടോ. ഇത്ര മതി, എനിക്ക് മതി. കണ്ണ് വേദനിക്കണം അമ്മയ്ക്ക്. എവിടെ അണ്ണാമത്തെ ടി വി സൗണ്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ഓഫാക്കാൻ പറയും, ഞാൻ വീഡിയോ എടുക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ നേരത്തെ ഒരു അപ്ഡേഷൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു കാര്യം നമ്മൾ പറയാനായിട്ട് പോവാണ് അല്ലേ. എന്താണ് എന്നിട്ട് ചുച്ചു എപ്പോഴും പറയണത് പറഞ്ഞിട്ട് പോയിക്കോ. ചിലര് ചുച്ചുക്ക് സ്പെഷ്യലായിട്ട് ചുച്ചുക്ക് മാത്രമായിട്ട് ഒരു ലൈക്കൊക്കെ കൊടുക്കുന്നുണ്ട്. ഇച്ചു ബേബി ആരും കുളിച്ചിട്ടൊന്നുമില്ല കേട്ടോ. വീഡിയോ എടുക്കൽ കഴിഞ്ഞ്, എൻ്റെ വീഡിയോ എടുക്കൽ കഴിഞ്ഞിട്ട് ഇവരെ വെച്ചിട്ടൊരു വീഡിയോ ഷൂട്ടുണ്ട്. അതും അപ്പോൾ അതിന് മുമ്പ് കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു. വയ്യ, രാത്രി ശരിക്കും ഉറങ്ങാൻ പറ്റിയിട്ടില്ല. 3 മണിക്ക് എണീറ്റ് പിന്നെ അങ്ങോട്ട് ഞാൻ എത്ര തന്നെ ശ്രമിച്ചിട്ടും ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ശരി, നമുക്ക് തുടങ്ങാം. വേണ്ട എല്ലാവരും മറിക്കോ, ഞാൻ ഇത് കാണിക്കട്ടെ. ഹായോ, തല ചീകാണ്ട് വരണ്ട. അപ്പോൾ ആക്ച്വലി നമ്മൾ കുറച്ച് ദിവസമായിട്ട് നിർത്തി വെച്ചിരുന്ന ഒരു സംഭവമായിരുന്നു. എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം, അല്ലെങ്കിൽ എനിക്ക് സൗണ്ട് ഇടുമ്പോൾ ദേഷ്യം വരുന്നത് എന്താണെന്ന് അറിയില്ല. ഇപ്പോൾ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. ആ കുട്ടീനെ കൊണ്ട് പുറത്തൊക്കെ പോവോ? അമ്മ കുറച്ചപ്പോഴേ ഫോൺ ചെയ്തിട്ട് ചോദിക്കുകയാണ്, നിനക്ക് എന്തിനാ ഇങ്ങനെ വെറുതെ ദേഷ്യം വരുന്നതെന്നുള്ളത്. അപ്പോൾ എനിക്കിങ്ങനെ തോന്നി, അമ്മാൻ്റെ വിചാരം ആക്ച്വലി മകള് എല്ലാം കൈകാര്യം ചെയ്യുന്നുണ്ട്, പൈസയുണ്ട്, അവളെങ്ങനെയെങ്കിലുമൊക്കെ അത് മാനേജ് ചെയ്തോളും, ഒരു പ്രശ്നവുമില്ല, ഒറ്റയ്ക്ക് ഇങ്ങനെ നോക്കുന്നൊന്നും വലിയൊരു സംഭവം നല്ല എന്നൊക്കെയാണ് തോന്നുന്നു. പക്ഷേ എല്ലാവർക്കും ഒരു കുറവില്ലാതെ നോക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിലുള്ള തിരമാലകൾ അടിക്കുന്നതും ഇത്ര സമയമാകുമ്പോഴേക്കും ഇത്രയ്ക്ക് എന്തൊക്കെ ഞാൻ സെറ്റ് ചെയ്യണം, എങ്ങനെ സെറ്റ് ചെയ്യും, ഈ ഡേറ്റിൻ്റെ ഉള്ളിൽ എങ്ങനെ ആക്കും, പിന്നെ അതുപോലെ എൻ്റെ ബിസിനസ്സിൻ്റെ പ്രൊഡക്ട്സ് എങ്ങനെ ഞാൻ ഇവിടെ എത്തിക്കും, ഇതൊന്നും ഈ പറയണത്ര ഈസി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. രാത്രി ഫുള്ളായിട്ട് ചിലപ്പോൾ ചിന്തകൾ ഇതൊക്കെ ആയിരിക്കും. ഒരു പെണ്ണായി പോയതുകൊണ്ട് തന്നെ നമുക്ക് കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ടല്ലോ. പഠിച്ചോനെ എങ്ങനെ പോവും, അവിടെ എങ്ങനെ എത്തും, അവിടെ നിന്ന് എങ്ങനെ സാധനം കൊണ്ടുവരും, പൈസ എങ്ങനെ സെറ്റാക്കും എന്നുള്ള പോലെ. അപ്പോൾ ഈസി ആയിട്ട് ചോദിക്കുകയാണ്, നിനക്ക് എന്തിനാണ് ഇങ്ങനെ വെറുതെ ദേഷ്യം വരുന്നത് എന്ന് ചോദിച്ച കാര്യം ഞാൻ 100 പ്രാവശ്യം ചോദിക്കുമ്പോഴാണ് ദയവ് ചെയ്ത് എൻ്റെ കയ്യിൽ കൂടുതൽ ചോദിക്കരുത്, ഞാൻ ഒരിക്കൽ പറഞ്ഞതല്ലേ എന്ന് പറയും. അപ്പോൾ അതൊക്കെ പോട്ടെ. ഞാൻ എപ്പോഴെന്നറിയോ, ചുച്ചുകുട്ടിയൊക്കെ ജനിക്കുന്നതിൻ്റെ ഒക്കെ മുമ്പ് തന്നെ എനിക്ക് ഓഫ്ലൈനായിട്ട് പാലക്കാട് ഒരു ബൊട്ടിക്ക് ഉണ്ടായിരുന്നതാണ്. നല്ല അടിപൊളിയായിട്ട് നമ്മൾ റൺ ചെയ്ത് കൊണ്ടുപോയതാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഫീൽഡായിരുന്നു. കാരണം കുറേ കാലം ഡ്രസ്സ് ഞാൻ എന്തിനൊക്കെ വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ടോ അതൊക്കെ ഞാൻ ബിസിനസ് ചെയ്യുന്നുണ്ട് ഗൈസ്. അതാണ് അതിൻ്റെ ഒരു വാസം.
ഇപ്പോൾ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഇഷ്ടമുള്ള ഒരു സംഭവമാണ്. പക്ഷെ ഒരുപാട് പൈസ കൊടുത്തിട്ടൊന്നും എടുക്കാനൊന്നും പറ്റില്ലല്ലോ. അങ്ങനെ ഞാൻ ഇഷ്ടപ്പെട്ട പോലെ ഡ്രസ്സുകളൊക്കെ ചെയ്ത് പിന്നെ അങ്ങനെ അതൊരു ഷോപ്പായി മാറിയായിരുന്നു. അതിന് ശേഷം അത് ചില സാങ്കേതിക തടസ്സങ്ങളാൽ പിന്നെ എനിക്ക് നടത്താൻ പറ്റിയില്ല. പിന്നെ വീണ്ടും നമ്മൾ ഓൺലൈൻ ആക്റ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വീണ്ടും നിർത്തി വെക്കേണ്ടി വന്നു. അപ്പോൾ ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ട്. അങ്ങനെ സാധനം എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. സാധനം എടുത്തിട്ടുണ്ട്. എല്ലാം കുറച്ച് മാത്രം എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നവരാരും ചിലപ്പോൾ ഇതുപോലെ എന്താ പറയുക ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവില്ല. അത്രയും കുറച്ച് പീസസ് മാത്രമേ ഉള്ളൂ. ഈ ഒരു സാധനം ഇതൊരു കോഡ് സെറ്റാണ്. ഈ ഒരു സാധനത്തിലാവും ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് എത്ര 5 പീസ് മാത്രമാണ്. ഇതിൽ വന്നിട്ട് ഏതൊക്കെ സൈസ് എന്ന് വെച്ചാൽ 3XL 4XL ഉണ്ടോ എന്നുള്ളത് നോക്കട്ടെ. 3XL ആണ് തോന്നുന്നു. ഇത് ഞാനിപ്പോൾ ആക്ച്വലി ഇതിൽ ഓർഡർ എടുക്കുക കാര്യങ്ങളൊന്നുമല്ല, ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കണമെന്ന് മാത്രം. ഞാൻ നാളെയാണ് സ്റ്റാഫൊക്കെ വരുള്ളൂ. ഇന്ന് എനിക്ക് എന്തായാലും ഇതിലിരിക്കാനൊന്നും പറ്റൂല. കാരണം സാധനങ്ങൾ ഓരോന്നും എടുത്തതാടാ. പിന്നെ ഞാൻ സെയിൽ ചെയ്യുന്ന സാധനങ്ങളെല്ലാം എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ട് എനിക്കെടുക്കുന്ന പോലെയാണ് ഞാൻ ഓരോ പ്രൊഡക്റ്റ് നോക്കുന്നത്. എനിക്കിഷ്ടമാണോ, എനിക്ക് ഇടാൻ പറ്റുമോ, ഇട്ടാൽ നന്നായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തൊരു കോട്ട് സെറ്റാണ് ഈ കാണുന്ന ഒരു കോട്ട് സെറ്റ്. ഇത് നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. അതൊക്കെ ഞാൻ ഇട്ട് കാണിക്കണം എന്നൊക്കെ വിചാരിച്ചാണ്. ഇൻഷാ അല്ലാ നമ്മുടെ സിലു ട്രേഡേഴ്സ് എന്ന് പറഞ്ഞ ചാനലിൽ ഞാൻ കാണിക്കാം. നല്ല രസമുണ്ട്. വേണമെങ്കിൽ ഇത് പൊളിച്ച് കാണിക്കാം. ഇത് ഏതാ സൈസ് എല്ലാം കൂടി എടുക്കേണ്ടത്. ഇത് പഴയ തുണി പോലെ കുഴച്ച് കൂട്ടണം. ഇവരൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാന്ന് വെച്ചാൽ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. ഈ ഒരു കോട്ട് സെറ്റൊക്കെ ഇതൊക്കെ നല്ല രസമല്ലേ. സ്ലീവ് ഉള്ളിലുണ്ട്. 3/4 സ്ലീവ് വരും. സ്ലീവ്ലെസ് ആയിട്ട് ഇടുന്ന ആൾക്കാർക്ക് ഇടുകയും ചെയ്യാം. അതുപോലെ ഇതേ ഒരു അതിന് മാച്ചിങ് ആയിട്ടുള്ള പാൻറ്റ്. പിന്നെ ഞാൻ നേരത്തെ കാണിച്ചില്ല ഈ ഒരു ഡ്രസ്സും നമ്മൾ സെയിലിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ്. പക്ഷേ കോമഡി എന്താണെന്ന് വെച്ചാൽ സാധനം സ്റ്റോക്ക് ഔട്ടായി ഗൈസ്. ഞാൻ വീഡിയോ ഇടുന്നതിന് മുമ്പ് തന്നെ സാധനം സ്റ്റോക്ക് ഔട്ടായി. അത്ര നല്ല രസമുണ്ട്. അപ്പോൾ ഇവിടെ കണ്ടിട്ട് ആൾക്കാർ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ റീസ്റ്റോക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതിൽ ഇനിയിപ്പോൾ എൻ്റെ കയ്യിലുള്ള ആകെ 3 പീസേ ഉള്ളൂ. L, XL, XXL ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ ഒരു സംഭവത്തിൽ. ഇതിൻ്റെ ഫോട്ടോ എടുക്കണം. ഫോട്ടോ ചുറ്റുകുട്ടിയാണ് എന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് എണീറ്റ് നിൽക്കാനൊന്നും വയ്യ ഗൈസ്. ഞാൻ ആകെ തളർന്നിരിക്കുകയാണ്. ഇതാണ് സാധനം. നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. കോട്ടൺ മെറ്റീരിയലല്ല, വേറെ എന്തൊരു മെറ്റീരിയലാണ്. പക്ഷെ കുഴപ്പമില്ല, നല്ല മെറ്റീരിയലാണ് കേട്ടോ. ഇത് ആക്ച്വലി ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത് 799 ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. ഇത് 550 രൂപയ്ക്കാണ് ഇപ്പോൾ. അതായത് ഒരു ട്രയൽ റൺ എന്ന രീതിക്ക് ചെയ്യാണ്. പിന്നെ നമ്മൾ ചെറിയ ക്വാണ്ടിറ്റി ഒക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷ പോലെ എനിക്കും വലിയ ലാഭമൊന്നും ഉണ്ടാവില്ല എന്ന് വെച്ചിട്ട് നമുക്ക് ഒരുപാട് ലാഭം ഇട്ടിട്ട് വിൽക്കാനും പറ്റില്ലല്ലോ. ഇത് നല്ല കോട്ടണിലാണ് അല്ല റയോണിലാണ് ഉള്ളത്. നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. അപ്പോൾ 550ക്കാണ് ഇപ്പോൾ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പ്ലസ് ഷിപ്പിങ്ങും ഉണ്ടാവും. നല്ല സാധനമാണ്. പിന്നെ അടുത്തത് ഇതും ഒരു കോട്ട് സെറ്റാണ് കേട്ടോ. ഞാൻ തുറക്കണില്ല, എനിക്കിഷ്ടപ്പെട്ടു. കളറൊക്കെ നന്നായിട്ടുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഇതിൽ നമുക്ക് ഇത് ഏതാ സൈസ് എന്നറിയാം. 48, അതായത് അത്യാവശ്യം കുറച്ച് വണ്ണുള്ളവർക്കൊക്കെ നല്ല ലൂസായിട്ട് ഇടാൻ പറ്റിയ ആ ഒരു ടൈപ്പാണ് ഇതേ പാൻറ്റ്. നമുക്ക് വീട്ടിലൊക്കെ സുഖമായിട്ട് ഇപ്പോൾ നൈറ്റിയൊക്കെ ഇടാൻ ബുദ്ധിമുട്ടുള്ളവർ കുറച്ച് ഷോർട്ട് കുർത്തിയാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് എല്ലാ കുട്ടികളും അന്വേഷിച്ച് നടന്നിടുന്ന ഒരു സാധനമാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെ ശരിക്കും പ്രൊഫഷണലി ഷൂട്ട് ചെയ്യണം. എനിക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരോട് ജസ്റ്റ് ഷെയർ ചെയ്യുന്ന പോലെ ഞാൻ നിങ്ങളുടെ കയ്യിൽ ഷെയർ ചെയ്യണമെന്ന് മാത്രം. ഓൾറെഡി ഇത് ബുക്കിംഗ് ആയി കഴിഞ്ഞു ഗൈസ്. എന്നിട്ട് ഞാൻ സാധനം വീണ്ടും റീസ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ വിളിച്ച സമയത്ത് അവർ പറയണത് നിങ്ങളിപ്പോൾ പോകുമ്പോഴേക്കും ഇത്രയും പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടായോ. ആകെ എടുത്തത് അത്രയല്ലേ പീസുള്ളൂ. നല്ല സാധനമാണ് കേട്ടോ. അടിപൊളി സാധനമാണ്. 599 രൂപയ്ക്കാണ് നമ്മൾ ഇത് സെല് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നല്ല അടിപൊളി പാൻറ്റും ഉണ്ട്. മെറ്റീരിയൽ ഒന്നും പറയാനില്ല, നല്ല സുഖമുണ്ട്. ഈ കണ്ണ് തുടിക്കുന്നു ഗൈസ് ഇങ്ങനെ. അയ്യോ
ഇതിനെന്താ പറയുക, ഇങ്ങനെ അങ്ങനെ തുടിക്കൂലേ, തുടിക്കണം, ധരിക്കല്ല തുടിക്കണു, എന്താണെന്നറിയില്ല. അപ്പോൾ ഇതിൽ വന്നിട്ട് ഏതൊക്കെ സൈസ് ഉള്ളതെന്ന് അറിയോ? ഇത് റീസ്റ്റോക്ക് ഇനി ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല, അവിടെ ഉണ്ടോ എന്നുള്ളത്. XL ഉണ്ട്, L ഉണ്ട്, M ഉണ്ട്, XXL ഉണ്ട്. നെക്സ്റ്റ് ഞാൻ എടുത്തിട്ട് കളക്ഷനൊക്കെ നന്നായിട്ടുണ്ടോ, നമുക്ക് സെല് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അടുത്തത് ഇതും ഒരു കോട്ട് സെറ്റാണ് കേട്ടോ. ഇത് 50 സൈസ്, അത്യാവശ്യം നല്ല വണ്ണമുള്ള ആൾക്കാർക്കൊക്കെ നല്ല സുഖമായിട്ട് ഇടാൻ പറ്റും. മെറ്റീരിയൽ റയോണാണ്, നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ എനിക്ക് യെല്ലോ കളർ പൊതുവെ ഇഷ്ടമായൊരു കളറായിരുന്നില്ല. പക്ഷെ നമുക്ക് വേറെ ഇത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടെ ഒരു എന്താ പറയുക തേജസ്സൊക്കെ കൊണ്ട് വരുത്തിക്കുന്ന പോലൊരു കളറാണ് കേട്ടോ. ഇതൊരു കോട്ട് സെറ്റ് തന്നെയാണ്. അപ്പോൾ നല്ല ഭംഗി ഉണ്ടാവും. ഓക്കെ, കണ്ടില്ലേ? ഇതോടെ വെക്കണം. ഞാൻ അടുത്തത് ഇത് നല്ല പ്യൂർ കോട്ടണിൽ വരുന്ന നല്ല അടിപൊളി ഒരു കോട്ട് സെറ്റാണ്. ഇതൊക്കെ നമുക്കൊരു 400 രൂപൻ്റെ ഉള്ളിലൊക്കെ പ്രൈസ് വരുന്ന നല്ല അടിപൊളി ഒരു കോട്ട് സെറ്റാണ്. ഞാനിപ്പോൾ എല്ലാം കൂടെ പിരിച്ച് കാണിക്കുന്നില്ല, പിന്നെ ഞാൻ ആകെ ബുദ്ധിമുട്ടും. ഇത് കുറച്ച് ഇതും ഒരു കോട്ട് സെറ്റാണ്. നന്നായിട്ടുണ്ടെങ്കിൽ പറയണം. ഇതൊന്നും ഞാനിപ്പോൾ തുറന്ന് കാണിക്കാത്തത് എനിക്ക് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ പ്രൊഡക്ട്സിൽ ഏതെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടു വേണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഒരു നമ്പർ കാണിക്കാം, അതിലേക്ക് മെസ്സേജ് ചെയ്ത് വെക്കുക. സ്റ്റാഫ് വന്നിട്ടാണ് നോക്കുക, ഞാനല്ല. നമ്മുടെ കയ്യിൽ സാധനം അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഓർഡർ എടുക്കുന്നതായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ പ്രീ ഓർഡർ ചെയ്യുന്ന പോലെ ആയിരിക്കും. പക്ഷേ പ്രീ ഓർഡർ എടുക്കുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾ ചോദിച്ച സെയിം സാധനം തന്നെ കിട്ടിക്കൊള്ളണം എന്നില്ല. പ്രിൻറ്റിലോ എന്തിനെങ്കിലും ഒക്കെ മാറ്റം വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ കുടുങ്ങൂലേ, നിങ്ങൾ എന്നെ ചീത്ത പറയില്ലോ. ഈസിയിലും ഓരോ സാധനം കൊണ്ടുവന്നിട്ട് നമുക്ക് അതിനെ തന്നില്ല എന്ന് പറയും. അതുകൊണ്ട് പ്രീ ഓർഡർ എടുക്കാനും മടി. ഇത് നല്ല രസമാണ്. എനിക്ക് പൊതുവേ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ വരുന്ന സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. അതിൽ വന്നിട്ട് പാൻറ്റ് ഈ ഒരു മോഡൽ പാൻറ്റാണ് വരുന്നത്. നല്ല പ്യുവർ കോട്ടണിൽ വരുന്ന ഒരു കോട്ട് സെറ്റാണ് കേട്ടോ. അമ്മക്ക് കിട്ടാൻ വന്നായിരിക്കും. അമ്മി പെരുന്നാൾക്ക് എടുത്തു കൊടുത്തത്, പെരുന്നാൾക്ക് എടുത്തു കൊടുത്തത്. പിന്നെ അതെ കുറച്ച് കൂടെ ഒരു പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന പ്യുവർ കോട്ടണിൽ വരുന്ന നല്ല അടിപൊളി ഒരു സാധനമാണ്. ഇതിൻ്റെ അടിയിൽ ഈ പ്രിന്റ് വരുന്നുണ്ട്. സത്യം അത് വെറുതെ ജസ്റ്റ് ഒന്ന് കാണിച്ചു. ഇത് അടിപൊളി സാധനമാണ് കേട്ടോ. ഇതൊക്കെ ഇത് നോക്കിയ നിക്ക്, നല്ല രസമല്ലേ? നെക്ക് വന്നിട്ട് ഒരെണ്ണം കാണിക്കുമ്പോൾ ഇങ്ങനെ സംസാരിക്കല്ലേ. നെക്കൊരു വി ഷേപ്പിൽ ഇതുപോലൊരു വർക്കാണ് വരുന്നത്. വർക്കല്ല, പ്രിൻ്റാണ് കേട്ടോ. പ്യുവർ കോട്ടൺ ആണ്. താഴെ നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുണ്ടാവും. നമുക്ക് അത്യാവശ്യം ഒരു വലിയ ഫങ്ഷനല്ല, പക്ഷെ ഫങ്ഷൻസിനൊക്കെ നല്ല ഡീസൻ്റ് ആയിട്ട് ഇട്ടിട്ട് പോകാൻ പറ്റിയ നല്ലൊരു കോട്ട് സെറ്റാണ്. ഇതിൻ്റെ കൂടെ ഇതേപോലെ ഒരു പാൻറ്റും കൂടെ വരുന്നുണ്ട്. അത് നമ്മൾ കാണിച്ചോ. എന്നിട്ട് പാൻറ്റിൽ ഇതുപോലെ ഒരു വർക്ക് വരുന്ന ഒരു പാൻറ്റും ടോപ്പ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഞാനിതിലൊക്കെ ഓരോന്ന് എനിക്ക് എടുക്കുന്നുണ്ട് കേട്ടോ, അത് മാത്രമേ ഓപ്പൺ ചെയ്യുന്നുള്ളൂ. ഇതെങ്ങനെ വരുന്നത് നല്ല രസമല്ലേ? താഴെ എങ്ങനെ വർക്ക് വരുന്നത്, അതുപോലെ ബാക്കിലും ഉണ്ട് കേട്ടോ ആ ഒരു പ്രിൻ്റ് വരുന്നത്. അടിപൊളി. അപ്പോൾ ഓക്കെ, ഇതിൻ്റെ പ്രൈസ് ഇതിൽ വന്നിട്ട് XXL ഉണ്ട്, XL ഉണ്ട്, L ഉണ്ട്, XXL വരെയാണ് കേട്ടോ ഉള്ളത്. പിന്നെ M ഇതാ വരുന്നത്. അപ്പോൾ ഓക്കെ, ഇത്രയൊക്കെയാണ് ഉള്ളത്. നമ്മൾ വെബ്സൈറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യണം, നല്ല രീതിക്കൊക്കെ തുടങ്ങണം എന്നൊക്കെ നല്ല ആഗ്രഹങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ്. വെബ്സൈറ്റിനൊക്കെ അത്യാവശ്യം നല്ല പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വരും. പക്ഷേ ഇൻഷാ അല്ലാഹ് ഒക്കെ നല്ല രീതിക്ക് ചെയ്യണമെന്നുണ്ട്. നല്ല രീതിക്ക് ചെയ്യുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദൈനംദിന ചെലവ് നിൽക്കുന്നില്ലല്ലോ. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ചെറിയ രീതിയിലാണെങ്കിലും സ്റ്റാർട്ട് ചെയ്തത്. കുട്ടി പറഞ്ഞു ഇപ്പം ഞാൻ ലൈക്ക് ചെയ്യാൻ പറഞ്ഞത് ഇപ്പം തന്നെ ലൈക്ക് ചെയ്താൽ മതി. എന്താണ് ഇപ്പം ഞാൻ ലൈക്ക് ചെയ്യാൻ പറഞ്ഞില്ലേ, അതിപ്പം തന്നെ ലൈക്ക് ചെയ്താൽ മതി. ചെയ്തില്ലെങ്കിലോ? ചെയ്തില്ലെങ്കിൽ അറിയില്ല. അപ്പം ശരി,
അപ്പോൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വരുന്നത് ഇൻഷാല്ലാ. ബൈ ബൈ, ടേക്ക് കെയർ. കമന്റ് ചെയ്യാ, പിന്നെ ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ. നമ്മുടെ പ്രൊഡക്ട്സ് ഒക്കെ ഇഷ്ടമായാൽ വാങ്ങണം. വാങ്ങണം, വേണമെങ്കിൽ വാങ്ങണം അല്ലേ? ശരി, അപ്പോൾ ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.